സ്വർണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയും ലോകത്താകെ സജീവമായുണ്ട്. ട്രംപ് വിചാരിച്ചാൽ സ്വർണ്ണവില ഇനിയും ഇരട്ടിയാകുമോ? നമുക്ക് 3 സാധ്യതകൾ പരിശോധിക്കാം. ഹലോ, നമസ്കാരം. പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ട്രംപ് എടുക്കുന്ന നയങ്ങളും തീരുമാനങ്ങളുമാണല്ലോ ഇപ്പോൾ ലോകത്താകെ ചർച്ചാ വിഷയം. ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നു, രാജ്യങ്ങൾക്കെതിരെയെല്ലാം അധിക ചുങ്കം പ്രഖ്യാപിക്കുന്നു, മറ്റു രാജ്യങ്ങൾ ഇരട്ടി തീരുവ തിരിച്ചു പ്രഖ്യാപിച്ചതോടെ ഗത്യന്തരമില്ലാതെ പ്രഖ്യാപിച്ച പകരം ചുങ്കം മരവിപ്പിക്കുന്നു. ഇങ്ങനെ ആകെ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ലോകത്ത് ട്രംപ് ഉണ്ടാക്കി വെച്ചത്. ഇത് സാമ്പത്തികമായും പ്രതിഫലിച്ചു. ഓഹരി വിപണിയിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടായി. ഈ കോലാഹലങ്ങൾക്കിടയിൽ ഉയരുന്ന 2 ചോദ്യങ്ങളാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അത് സ്വർണത്തെക്കുറിച്ചുള്ളതാണ്. ട്രംപ് വിചാരിച്ചാൽ സ്വർണ്ണവില ഇനിയും ഇരട്ടിയാകുമോ? ട്രംപ് തീരുവ യുദ്ധം കഴിഞ്ഞ് അടുത്ത ചാട്ടം സ്വർണത്തിലേക്ക് നടത്തുമോ? സ്വർണത്തിന്റെ വില പിടിച്ചാൽ കിട്ടാത്തവണ്ണം ഉയർന്നു പൊങ്ങുമ്പോൾ ട്രംപിന്റെ നയങ്ങളും സ്വർണവും തമ്മിൽ നേരത്തെ പറഞ്ഞ ബന്ധമല്ലാതെ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യവും ഉയരുകയാണ്. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അധിക ചുങ്കം ബോണ്ട് ഭീഷണിക്ക് മുന്നിൽ തീരുവ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തൽക്കാലം സുല്ലിട്ടു എങ്കിലും ഈ അൺസർട്ടേണിറ്റി വിപണിയിൽ സ്വർണ്ണവില വലിയ തോതിൽ ഉയരാൻ കാരണമായിട്ടുണ്ട്. അത് സത്യമാണ്. വീണ്ടും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില കുത്തനെ ഉയരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയും മറ്റു രാജ്യങ്ങളുമായുള്ള ട്രേഡ് വാറിന്റെ സാഹചര്യം പൂർണ്ണമായി മാറാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ ചർച്ചകൾ ഇങ്ങനെ പോകുമ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയും ലോകത്താകെ സജീവമായുണ്ട്. ഇക്കാര്യം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അമേരിക്കയുടെ കരുതൽ സ്വർണ്ണ ശേഖരത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ ചില പരാമർശങ്ങളാണ് ആ ഹോട്ട് ടോപ്പിക്. അമേരിക്കൻ സർക്കാരിന്റെ നിലവറയാണ് കെൻഡക്കിയിലുള്ള ഫോർട്ട് നോക്സ്. രാജ്യത്തിന്റെ സമ്പത്തായ കരുതൽ സ്വർണ്ണ ശേഖരം സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഫോർട്ട് നോക്സിലാണ്. $400 ബില്യൺ അഥവാ 37.5 ലക്ഷം കോടി രൂപ മൂല്യമുള്ള സ്വർണമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ സ്വർണം അവിടെ നിന്ന് നഷ്ടമായെന്ന് ചില അഭ്യൂഹങ്ങൾ അടുത്തിടെ പൊങ്ങി വന്നിരുന്നു. അപ്പോഴാ ട്രംപിന്റെ പ്രഖ്യാപനം വരുന്നു. കരുതൽ സ്വർണശേഖരം ഫോർട്ട് നോക്സിൽ തന്നെ ഉണ്ടോ എന്ന് താൻ നേരിട്ട് പോയി പരിശോധിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ബി നിലവറ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായ പുകിലോർമ്മയില്ലേ, അതുപോലെ തന്നെയാണ് സംഭവം. ഉറ്റതോഴൻ ഇലോൺ മസ്ക് ആകട്ടെ ഒരു പടി കൂടി കടന്ന് ആ സ്വർണശേഖരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് വഴി, ആ സ്വർണശേഖരത്തിന്റെ ദൃശ്യങ്ങൾ ലൈവ് സ്ട്രീമിംഗ് വഴി എല്ലാവരെയും കാട്ടുമെന്ന്, അല്ലെങ്കിൽ അതാണ് തൻ്റെ ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞു. ആ സ്വർണം കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ട്രഷറി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടും ട്രംപ് അത് വിടുന്ന മട്ടില്ല. എന്തിനാണ് ട്രംപ് അങ്ങനെ സ്വർണം നേരിട്ട് പോയി പരിശോധിക്കുന്നത്? അതുപോലെ ഇക്കണ്ട ഗോൾഡൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ട് എന്താ കാര്യം? അവിടെയാണ് ട്രംപിന്റെ കുശാഗ്ര ബുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കരുതൽ സ്വർണശേഖരത്തിന്റെ വാല്യുവേഷൻ വളരെ പഴയതാണ്. അതായത് നിലവിലെ വിപണി വില അനുസരിച്ച് നോക്കുമ്പോൾ വളരെ താഴെയാണ്. സ്വർണം നേരിട്ട് പോയി പരിശോധിച്ച് റീവാല്യുവേഷൻ അഥവാ പുനർമൂല്യനിർണ്ണയം അഥവാ വില നിർണ്ണയം നടത്താനാണ് ട്രംപ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് സൂചന. ഇങ്ങനെ റീവാല്യുവേഷൻ ചെയ്താൽ ആയിരക്കണക്കിന് ബില്യൺ ഡോളർ ട്രഷറി ബാലൻസ് ഷീറ്റിൽ കൂട്ടിച്ചേർക്കാൻ ട്രംപിന് പറ്റും. അത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുമെന്നാണ് ട്രംപ് കരുതുന്നത്. ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് എന്ത് കാര്യമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ ട്രംപിന്റെ നീക്കം ലോകത്തിലെ ഗോൾഡ് റേറ്റിനെ സ്വാധീനിക്കുമോ എന്നുള്ള സുപ്രധാന ചോദ്യമാണ് ആ അവസരത്തിൽ ഉയർന്നു വരിക. നമുക്ക് 3 സാധ്യതകൾ പരിശോധിക്കാം. സാധ്യത നമ്പർ 1, കരുതൽ സ്വർണശേഖരം മിസ്സിംഗ് ആണെന്ന റൂമേഴ്സ് സത്യമാണെന്ന് അങ്ങ് കരുതുക. മണി ഹീസ്റ്റ് സീരീസിലെ 3rd സീസണിലെ പോലെ രാജ്യത്തിന്റെ കരുതൽ സ്വർണശേഖരം ആരെങ്കിലും കവർന്നു കാണുമോ? എങ്കിൽ പിന്നെ തീർന്നു കാര്യം. അത് അമേരിക്കൻ എക്കോണമിയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കും. എക്കോണമിയിൽ അൺസർട്ടനിറ്റി സ്വാഭാവികമായി ഉണ്ടാകും. അപ്പോൾ പക്ഷേ സുരക്ഷിത നിക്ഷേപമായ സ്വർണം വാരിക്കൂട്ടാൻ ആൾക്കാർ മുതിരും. ആ നീക്കം സ്വർണ്ണവില വൻതോതിൽ ഉയർത്തും. ഇനി സാധ്യത നമ്പർ 2 പരിശോധിക്കാം. കരുതൽ സ്വർണം ആരും മോഷ്ടിച്ചിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. ആ സ്വർണത്തെ ട്രംപ് റീവാല്യുവേഷൻ ചെയ്യുന്നു എന്ന് കരുതുക. അതോടെ ലോകത്താകെയുള്ള സ്വർണത്തിന്റെ മൂല്യത്തെ അത് സ്വാധീനിക്കും. സ്വർണ്ണവില കുത്തനെ കൂടുകയും ചെയ്യും. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്മേലുള്ള വിശ്വാസം ഉയർത്തുന്ന നടപടിയായിരിക്കും അത്. കൂടുതൽ ആൾക്കാർ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അത് വഴിയൊരുക്കും. അങ്ങനെ വില ഉയരും. ഇനി 3ാമത്തെ സാധ്യത പരിശോധിക്കാം. കരുതൽ സ്വർണം അവിടെ തന്നെ ഉണ്ട് എന്ന് ട്രംപ് കണ്ടെത്തുന്നു, എന്നാൽ പുനർമൂല്യനിർണ്ണയം നടത്തുന്നുമില്ല. എങ്കിൽ
മസ്ക് പറഞ്ഞ പോലെ ലൈവ് സ്ട്രീമിംഗ് വഴി സ്വർണത്തിന്റെ തിളക്കമുള്ള വിഷ്വൽസ് നാട്ടുകാർക്ക് കാണാമെന്നല്ലാതെ അത് സാമ്പത്തികമായി ഒരു തരത്തിലും സ്വാധീനം ചെലുത്തില്ല. അതായത് സ്വർണത്തിന്റെ മൂല്യത്തിൽ ഒരു മാറ്റവും വരില്ല. പക്ഷേ ആള് ട്രംപാണ്, എന്തും സംഭവിക്കാം. ട്രംപിന്റെയും മസ്കിന്റെയും ശ്രദ്ധ വന്നതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ഇപ്പോൾ കൂടിയതുപോലെ കൂടിയത് എന്നൊരു പക്ഷവുമുണ്ട്. എന്തായാലും കാര്യങ്ങൾ തെളിഞ്ഞു വരാൻ ഇനി അധിക നാൾ എടുക്കില്ല എന്ന് നമുക്ക് കരുതാം. ട്രംപിന്റെ അടുത്ത നീക്കം അതുകൊണ്ടൊക്കെ തന്നെ നിർണായകവുമാണ്.